കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്ത് ഇന്ന് എന്ത് സംഭവിച്ചു? എല്ലാ പ്രേക്ഷകർക്കും നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് സ്വാഗതം. വെൽക്കം ടു 20th Hour. കണ്ണൂരിലെ രാമന്തളി ഗ്രാമം ഞെട്ടലിലാണ്. എന്തിന് കലാധരൻ ഇങ്ങനെ ചെയ്തു? കണ്ടെത്തിയത് പുറത്തുപോയി മടങ്ങിയെത്തിയ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഭാര്യയുടെയും മകന്റെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ കണ്ട് ഞെട്ടിവിറച്ചു. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും ചോദിച്ചത് ഇത് തന്നെ. എന്തിനാ ഈ കടും കൈ? എന്തിന് കുടുംബം മരണത്തിൽ അഭയം തേടി? കലാധരനെ അലട്ടിയതെന്താണ്? വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് കുട്ടികളുടെ അമ്മയ്ക്കെതിരെയാണ്. ഒരു ബന്ധുവിന്റെ പ്രതികരണമുണ്ട്, കേൾക്കാം. കുട്ടീനെ തരില്ല, കുട്ടികളെ തരില്ല, ഇങ്ങോട്ട് തരില്ല. കുട്ടികളാണെങ്കിൽ ഈടുന്ന് കളിച്ച് വളർന്ന കുട്ടികൾക്ക് അവിടെ ഇഷ്ടമല്ല, അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ഈ മൂത്ത കുട്ടിക്ക് പ്രത്യേകിച്ചും ഇവിടെ തന്നെ കളിച്ച് വളർന്ന കുട്ടിയാണ്. അങ്ങനെ ഇവിടുന്ന് കൂട്ടിപ്പോയതിന് ശേഷം ഈ കുട്ടീനെ സ്കൂളിലൊന്നും പറഞ്ഞേക്കലൊന്നുമില്ല. 5-8 മാസം 5-10 മാസം സ്കൂളിലൊന്നും പോകാണ്ട് കുട്ടി അവിടെയുണ്ട് ഇവിടെയുണ്ട് കണ്ട് ഏതെങ്കിലും വീട്ടിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ കുട്ടീനെ കാര്യമായ രീതിയിൽ സ്കൂളിൽ പറഞ്ഞേക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നപ്പോൾ ഇവന് കൂടുതൽ വേദന ഉണ്ടായി. അങ്ങനെ ഇവൻ പോയിട്ട് ഈ കുടുംബ കോടതിയിൽ ഒരു കേസുണ്ടല്ലോ, അതിന് പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് നിൽക്കാം, കുട്ടീനെ ആഴ്ചയിൽ ഒരു ദിവസം നിൽക്കാൻ കൊണ്ടുവരാൻ, കുട്ടികളെ കാണാനുമില്ല അനുമതി കിട്ടി. അതിന് ശേഷം കുറേശ്ശെ പോയിട്ട് കണ്ട് അവർക്കൊരു ഉഷാറായി, കാണുമ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു പെറ്റീഷൻ, കുഞ്ഞിനെ തരാൻ പറ്റില്ല. കലാധരന്റെ അമ്മയുടെ സഹോദരന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. വീട്ടുവഴക്കിലും വിവാഹമോചന കേസിലും ബുദ്ധിമുട്ടുകയായിരുന്നു കലാധരൻ. കുട്ടികളെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന കോടതി ഉത്തരവ് കലാധരന് വല്ലാതെ അലട്ടിയിരുന്നു. കോടതി ഉത്തരവ് വന്നതോടെ കുട്ടികളെ വിട്ടുതരാൻ ഭാര്യ ഫോണിലൂടെ നിരന്തരം ആവശ്യപ്പെട്ടു. കുട്ടികൾ കലാധരനൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെട്ടു. കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് ഇടപെടലുമുണ്ടായി. ഇതോടെ കലാധരൻ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കലാധരന്റെ അമ്മയും മകനൊപ്പം കൂടി. ഈ നാട്ടുകാരെല്ലാവരും ഞെട്ടലിലാണ്. ഒരു നാട്ടുകാരന്റെ പ്രതികരണം കേൾക്കാം. അതായത് ഞാനിതറിയുന്നത് രാത്രി 8:30 കൂടിയാണ്. അതായത് കലാധരൻ്റെ അച്ഛൻ വന്ന് റൂം വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അവസാനം അവൻ റൂം തുറന്ന് ഉള്ളിൽ കയറി നോക്കി, ഉള്ളിൽ കയറി വിളിച്ചിട്ട് അനങ്ങുന്നില്ല. കുളിച്ച് പുറത്തേക്ക് വന്ന് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ലെറ്റർ കണ്ടു. ആ ലെറ്റർ നോക്കുമ്പോഴത്തേക്ക് ഭാര്യ വീട്ടുകാരൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ആ ലെറ്റർ കൊണ്ട് അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വിവരം കൊടുത്ത് പോലീസുകാരും കൂടെ കൂട്ടി വന്നതിന് ശേഷമാണ് സംഗതി ഞാൻ അറിയുന്നത്. അപ്പോൾ നിലവിളി കേട്ടിട്ടാണ് ഞാൻ അപ്പുറത്തുനിന്ന് ഓടി വന്നത്. എന്നിട്ട് പോലീസുകാർ വന്നു, ഞാൻ അടക്കം കയറി ബോഡി കൊണ്ടു. അത് സഹിക്കാൻ പറ്റാത്ത രംഗമായിരുന്നു. വീട്ടിൽ നിന്ന് കീടനാശിനിയും കുപ്പിയും പാലും കണ്ടെടുത്തു. കുട്ടികൾക്ക് പാലിൽ വിഷം ചേർത്ത് നൽകി അമ്മയും മകനും ഫാനിൽ കെട്ടിത്തൂങ്ങിയെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. മക്കളെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് സഹിക്കാനാവാതെ കലാധരൻ ചെയ്ത കടും കൈ. ഭർത്താവിനെതിരെ നിരന്തരം പരാതി നൽകി വിഷമിപ്പിച്ച ഭാര്യ. ഒരു നിമിഷത്തെ വൈകാരികത ലോകം കണ്ടു തുടങ്ങിയിട്ടേയുള്ളൂ. ഹിമയും കണ്ണനും ഒന്നുമറിയാത്ത പ്രായത്തിൽ ലോകത്തിൽ നിന്ന് ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വിട്ടുപോവേണ്ടി വന്നു. മാനസിക
വൈകല്യമുള്ള യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മലപ്പുറം സ്വദേശിയായ പ്രതി അറസ്റ്റിൽ. സിനിമ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു മാനസിക വൈകല്യമുള്ള യുവാവിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. മലപ്പുറം ആദമനാട് സ്വദേശി മുഹമ്മദ് ഷാഫിയെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിനെ ഓട്ടോയിൽ കയറ്റി തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലെത്തിച്ച പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പ്രതി. ആ ഫോൺ വാങ്ങിക്കൊടുത്ത രണ്ടാമത്തെ ദിവസം അവനെ അടിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അടിച്ച് പൊട്ടിക്കാൻ അറിയേണ്ടല്ല, നമ്മളെ രീതി പതല്ല, മനസ്സിലാക്കി. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു യുവാവ്. സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഷാഫി ഓട്ടോയിൽ കയറ്റിയത്. പിന്നീട് പട്ടാമ്പി റോഡിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം കുറ്റിക്കാട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. യുവാവിനെ മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ കവരുകയും ചെയ്തു. വളാഞ്ചേരി പോലീസിന് ലഭിച്ച പരാതിയിൽ ഇന്നാണ് ആദമനാട് നിന്നും പ്രതിയെ പിടികൂടിയത്. പോലീസുകാരന്റെ പ്രതികരണത്തിലേക്ക്. സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിന്നിരുന്ന 60% മാനസിക വൈകല്യമുള്ള ഒരു 23 വയസ്സുകാരനെ ഇയാൾ കുറച്ചു നേരം വാച്ച് ചെയ്ത ശേഷം അവനെ സിനിമ കാണാമെന്ന് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി വളാഞ്ചേരി സ്റ്റേഡിയത്തിൻ്റെ പിന്നിലെ കുറ്റിക്കാട്ടിൽ വെച്ച് ബലമായി വസ്ത്രമഴിച്ച് ക്രൂരമായിട്ട് പീഡനത്തിനിരയാക്കി. അതിന് ശേഷം അവന് പെങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്ന പുതിയ വില പിടിച്ച ഫോൺ ഇയാൾ മർദ്ദിച്ച ശേഷം അതുമായി കടന്നു കളഞ്ഞു. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചു. പോലീസിന് ആദ്യം സൂചനയൊന്നും കിട്ടിയില്ല. പിന്നീട് സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ കൊടുത്ത് ഗൾഫിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരമാണ് ഇത്തരം ഒരാളെ പറ്റി സൂചന കിട്ടുന്നത്. കൃത്യമായി ഇയാളെ പിടികൂടി ഇയാളെ കോൾ ഡീറ്റെയിൽസ് എല്ലാം നോക്കി ആ ദിവസം അതേ സ്ഥലത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് മനസ്സിലായി. ഇയാൾ അന്വേഷിച്ചതിലാണ് ഇയാൾ ഒരു പ്രത്യേക മാനസികാവസ്ഥകളാണ്, കുട്ടികളോട് മാത്രം പ്രത്യേക ആകർഷണം തോന്നുന്ന ഒരു മാനസിക വൈകൃതത്തിന് ഉടമയാണ്. വളരെ ഭീകരമായൊരു സാഹചര്യമാണ്. ഇത്തരം ഒരു കുട്ടികളെയോ മറ്റ് വയ്യാത്തവരെയോ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഇത്തരം പ്രതികളിൽ നമുക്ക് സമൂഹത്തിനെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. 2020 16 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിലും ഷാഫിക്കെതിരെ പോക്സോ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇയാൾ സ്ഥിരം കുറ്റവാളിയെന്നാണ് പോലീസ് പറയുന്നത്. സ്വർണവില ലക്ഷത്തിലെത്തിയതോടെ വീട്ടിൽ പോലും സ്വർണക്കള്ളന്മാരെ പേടിക്കേണ്ടി വരുന്നു. ഇനി കള്ളന്മാരെ പേടിച്ചു ജീവിക്കണം. മലപ്പുറം വണ്ടൂരിൽ 63-കാരിക്ക് നഷ്ടമായത് 2 പവൻ. അമ്പലപ്പടി ബൈപ്പാസിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ചന്ദ്രമതി. രാത്രി 9 മണിയോടെ വീടിന് സമീപത്തു നിന്ന് ശബ്ദം കേട്ടു. തേങ്ങ വീണതാകുമെന്ന് കരുതി പുറത്തിറങ്ങിയതേയുള്ളൂ. 2 പേർ മുളക് പൊടി എറിഞ്ഞു. ഒരാൾ പുറകിൽ നിന്ന് വായ പൊത്തിപ്പിടിച്ചു. വളകൾ പ്ലെയർ കൊണ്ട് മുറിച്ചെടുത്തു. ചന്ദ്രമതിയെ തള്ളി വീഴ്ത്തി കള്ളന്മാർ രക്ഷപ്പെട്ടു. ഞാൻ ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതാണ്. വാതിൽ തുറന്നോടുകൂടി 2-3 ആളെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറി. പിന്നെ പിടിച്ച് വായും മൂക്കൊക്കെ പൊത്തി പിടിച്ച് കയ്യുമേലുള്ള വളയൊക്കെ ഊരി അവർ പോയി പൊട്ടിച്ചെടുത്തു. കഴുത്തിൽ തപ്പിയൊന്നും കിട്ടിയില്ല. കാതിലത്തത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ആ പ്ലെയറിൻ്റെ ഒക്കെ മാതിരി ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അങ്ങനെ കിടിയും 2 ശബ്ദം ഉണ്ടായി. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത്രയേ ഉള്ളൂ.
അതെ അതെ, നമ്മളെ ഈ വലിയ പടക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പൊട്ടല്ലേ, ആ മാതിരി ഒരു പൊട്ടലാ കേട്ടത്. 63-കാരിയായ ചന്ദ്രമതിയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഈ 3 പ്രതികളും 3 കള്ളന്മാരും എത്തിയത് മുഖം മൂടി ധരിച്ചാണ്. നാട്ടുകാരും പോലീസും പ്രതികൾക്കായി തിരച്ചിൽ നടത്തി. പക്ഷേ മോഷ്ടാക്കളെ എങ്ങും കണ്ടെത്താനായില്ല. ഇതേ രീതിയിലുള്ള സ്വർണ്ണ മോഷണത്തിന്റെ വാർത്തകൾ ധാരാളം വരുന്നുണ്ട്. പറയാനുള്ളത് ഒന്നു മാത്രം: സൂക്ഷിക്കുക. വീട്ടിൽ പോലും ആഭരണങ്ങളിട്ട് നടക്കുന്നത് സുരക്ഷിതമല്ല. ബൈക്കിൽ മുഖം മൂടിയിട്ട് വന്ന് മാല പൊട്ടിക്കുന്നത് പതിവാകുന്നുണ്ട്. ആർത്തി പിടിച്ച് നടക്കുകയാണ് കള്ളന്മാർ. വില കൂടിയ പൊന്നിനോടുള്ള അത്യാർത്തി. ഒരു വാഹനം കയ്യിൽ കിട്ടിയാൽ തോന്നുംപടി കാണിക്കാമെന്നാണ് ചിലരുടെ ധാരണ. ദേശീയപാതയായാലും ചെറു റോഡായാലും വിനോദ കേന്ദ്രങ്ങളാണെങ്കിലും ഇത്തരം റാഷ് ഡൈവുകൾ മറ്റുള്ളവർക്ക് ശല്യമാകാറുണ്ട്. തൃശൂർ കയ്പമംഗലത്ത് സാഹസികാഭ്യാസം ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്തു. ചന്ദ്രാപിന്നി കടപ്പുറത്ത് സാഹസിക ഡ്രൈവിംഗ് നടത്തിയ ഷജീർ പോലീസ് പിടിയിലായി. ബീച്ചിൽ വാഹനം സാഹസികമായി ഓടിക്കുന്നതിനിടെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികളെ ഇയാൾ വാഹനത്തിൽ കയറ്റി. അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നതിനിടെ ഇവരിൽ ഒരു കുട്ടി വാഹനത്തിൽ നിന്ന് വീണു. കാറിനടിയിലായ 14-കാരനായ മുഹമ്മദ് സിനാൻ മരിച്ചു. കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഷജീറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. 11 ക്രിമിനൽ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അടിപിടി, വധശ്രമം, തട്ടിപ്പ് ഇവയ്ക്ക് നേരത്തെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് ഇയാളെ. പ്രതിയുമായി പോലീസ് തെളിവെടുത്തു. ബേസിക് റോഡ് സെൻസ് പോലുമില്ലാതെ തോന്നിയ പോലെ വാഹനമോടിക്കുന്നവർ പലപ്പോഴും പോലീസിന്റെ കണ്ണിൽപ്പെടാതെ പോകുന്നുണ്ട്. ബീച്ചിൽ പരസ്യമായി അലക്ഷ്യമായി കാർ ഓടിച്ചിട്ടും ഷജീറിനെ തടയാൻ ആരുമുണ്ടായില്ല. നഷ്ടമായത് മുഹമ്മദ് സിനാന്റെ കുടുംബത്തിന് മാത്രം. സംസാരശേഷിയും കേൾവിശേഷിയുമില്ലാത്ത യുവതി 16 വർഷം മുൻപ് നടന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ച് നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. യുവതിയുടെ ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ മുംബൈ പോലീസിനെ കൊണ്ടുചെന്നെത്തിച്ചത് ഒട്ടേറെ ഭിന്നശേഷിക്കാരെ പീഡിപ്പിച്ച് പണവും സ്വർണവും തട്ടിയ കുറ്റവാളിയിലേക്ക്. പരാതിക്ക് പിന്നാലെ മഹേഷ് പവാർ എന്നയാളെ മുംബൈ വിരാറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആംഗ്യഭാഷാ വിഖ്യാതാവ് മധുകിനി, ഭർത്താവ്, മറ്റ് സുഹൃത്തുക്കൾ എന്നിവരുടെ സഹായത്തോടെയാണ് അതിജീവിത പോലീസ് സ്റ്റേഷനിലെത്തി പീഡന വിവരങ്ങൾ തുറന്നു പറഞ്ഞത്. പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു ഭിന്നശേഷിക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്
തുറന്നു പറച്ചിലിലേക്ക് അതിജീവിതയെ നയിച്ചത്. ാണ് പവാറിൽ നിന്ന് യുവതിക്ക് ദുരനുഭവമുണ്ടായത്. ഭക്ഷണത്തിൽ ലഹരി കലർത്തി മയക്കിയായിരുന്നു പീഡനം. ഇതിന്റെ വീഡിയോ കാണിച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തി. നിലവിൽ 7 പേർ പീഡിപ്പിക്കപ്പെട്ടതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും 20-ലധികം പേർ ഇയാളുടെ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇടുക്കിയിൽ വയോധികയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ച സംഭവത്തിൽ കൊച്ചുമകനും പെൺസുഹൃത്തും പിടിയിൽ. രാജകുമാരി നടുമറ്റം സ്വദേശിനി മറിയക്കുട്ടിയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലാണ് കൊച്ചുമകൻ സൈബു തങ്കച്ചനും സുഹൃത്ത് അനില ജോസും പിടിയിലായത്. കേസിലെ പ്രതിയായ മറ്റൊരു സ്ത്രീ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഈ മാസം 16-നാണ് നടുമറ്റം പാലക്കുന്നേൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. ടോമിയുടെ മാതാവ് 80 വയസ്സുകാരിയായ മറിയക്കുട്ടി മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 അംഗ സംഘമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഈ 3 അംഗ സംഘം ഊരിയെടുത്തു. അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന 3000 രൂപയും അപഹരിച്ചു. ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ചവെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടിരുന്നു. രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണർക്കാടുള്ള വാടക വീട്ടിൽ നിന്ന് സോണിയ എന്ന് വിളിക്കുന്ന സരോജയെ പോലീസ് പിടികൂടി. സരോജയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരനായ പന്നിയാർകുട്ടി കൊല്ലിപ്പിള്ളിയിൽ സൈബു തങ്കച്ചനിലേക്ക് അന്വേഷണം കൊണ്ടെത്തിച്ചത്. മറിയക്കുട്ടിയുടെ മകനാണ് പ്രതി. നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായി. വേറൊന്നും അറിയില്ല. ഇത്തവണ ബാംഗ്ലൂർ പോയായിരുന്നു. അവിടെ മകൻ്റെ കല്യാണമായിരുന്നേ. അതിന് അമ്മ 1 മാസം പോയി നിന്നേച്ച് വന്നു. അന്നേരം അവൻ വന്നായിരുന്നു. കൊച്ചുമോൻ ഇവിടെ വരുമ്പോഴും കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നോ? ആ സ്നേഹമൊക്കെയാ. ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി പോയി. ഭയങ്കര വിഷമായി പോയി. കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല ഇന്നലെ. എറണാകുളത്ത് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മെ കൊല്ലാൻ വിട്ടപ്പോൾ എന്നാ ചെയ്യുന്നു മോനെ? വീട്ടിൽ ശവം കാണുമെന്നാ പറഞ്ഞേ. 2-3 പ്രാവശ്യം അരിവായും കഴുത്താൽ കൊണ്ട് വെച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിടിച്ച് കിട്ടിയിട്ട് ഇതെല്ലാം അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുമെന്ന്. മകള് വിളിച്ചു. മോതിരമൊക്കെ കൊണ്ടോട്ടെന്നാ അവള് വിളിച്ചോ. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തേക്കുന്നത്. അമ്മ എന്നാ ചെയ്യുന്നത്? ഇങ്ങനെ നേരത്തെ മലുവൻ ആയിപ്പോയില്ലേ? സൈബു തങ്കച്ചന് പുറമെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്തും പോലീസിന്റെ പിടിയിലായി. പാലക്കാട് നിന്നുമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. സൈബു ആണ് മോഷണത്തിന് പിന്നിലെന്നറിഞ്ഞ
നടുക്കത്തിലാണ് കുടുംബം ഇപ്പോൾ. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം 20 Hour'ൽ. നമസ്കാരം.